മിടുക്കിയായിരുന്നു ദക്ഷിണ. പഠനത്തിലും കലാരംഗത്തും ചെറുപ്പത്തിൽ തന്നെ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥിനി മൂന്നാറിലേക്ക് പഠനയാത്ര പോയതായിരുന്നു. അവിടെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചപ്പോൾ അമീബ ശരീരത്തിൽ കടന്നു. ഇപ്പോഴും ദുഃഖം താങ്ങാനാകാതെ പിതാവ് രാകേഷ് പറയുന്നു. ക്ലോറിനൈസ് ചെയ്യാത്ത പൂളിൽ കുളിച്ചുകൊണ്ടാണ് മോൾക്കിത് സംഭവിച്ചതെന്നാണ് ഒരു 99% ഞങ്ങൾ കരുതുന്നത്. അത് ജനുവരി 28-നാണ് മോള് ഒരു സ്കൂളിൽ ടൂർ പ്രകാരം പോയിരിക്കുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്യിലാണ് ഇത് ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. പാരൻസിനും ഈ ഒരു അവസ്ഥ വരാൻ വേണ്ടി പാടില്ല. ഏകദേശം 32 ദിവസത്തോളം ഐസൊലേറ്റഡ് ICU തന്നെ ആയിരുന്നു. ഈ വെന്റിലേറ്റർ ആയതിനു ശേഷം മോള് പിന്നെ റിക്കവർ ആയിട്ടില്ല. പിന്നെ സ്ലോലി ബ്രെയിൻ ഡെത്തിലേക്കാണ് എൻ്റെ മോള് പോയത്. ദക്ഷിണയിൽ കണ്ടെത്തിയത് അത്യപൂർവ ഇനമായ വെർമമീബ വെർമിഫോമിസ് എന്ന അമീബയാണെന്ന് ചികിത്സ നടത്തിയ ഡോക്ടർ അബ്ദുൾ റൌഫ് വ്യക്തമാക്കി. മറ്റ് അമീബ ബാധയിൽ 5 ദിവസത്തിനകം രോഗം പ്രകടമാകുമെങ്കിൽ ഇത്തരത്തിലുള്ള അമീബയിൽ 1 മാസത്തിലധികം നിലനിൽക്കുമെന്നും ഡോക്ടർ പറഞ്ഞു. മരണശേഷമുള്ള ബ്രെയിൻ ബയോപ്സി ടെസ്റ്റിലും നമ്മുടെ നട്ടലിൽ നിന്ന് നീരെടുത്തിരുന്ന അതിൻ്റെ മുമ്പേ എടുത്തിരുന്ന സാമ്പിളിൻ്റെ ടെസ്റ്റിലും അത് നമ്മൾ പോണ്ടിച്ചേരിയിലോട്ട് PCR ടെസ്റ്റിന് അയക്കുകയും അതിൽ വെർമമീബ വെർമിഫോമിസ് എന്നുള്ള ഒരു അമീബയാണ് ഈ ബ്രെയിൻ ടിഷ്യൂലും CSFലും PCR ടെസ്റ്റിൽ ഡിറ്റക്ട് ചെയ്യപ്പെട്ടത്. 95% മരണനിരക്ക്. സ്ഥിതിഗതികൾ ഗുരുതരമാണെന്ന് ഡോക്ടർ ഓർമ്മിപ്പിക്കുന്നു. പൂളിൽ മാത്രമല്ല, കെട്ടിക്കിടക്കുന്ന ഏത് വെള്ളത്തിലും അത്യന്തം അപകടകാരികളായ ഇത്തരം അമീബകൾ ഉണ്ടായേക്കാമെന്നും അതുകൊണ്ട് ക്ലോറിനേഷൻ നിർബന്ധമാക്കണമെന്നും ഡോക്ടർ ഓർമ്മിപ്പിക്കുന്നു. ഇക്കഴിഞ്ഞ 12-നാണ് ദക്ഷിണ മരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.